ഇയാള് ചതിയനാ. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച തമ്പുരാനെയും തമ്പുരാട്ടിയും കൊന്നൊടുക്കിയ നീചനാ ഇയാള്. ഇത്തരം കാര്യങ്ങളും കൂടി കണക്കിലെടുത്ത് ഈ പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് ഞാൻ കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. പ്രതിഭാഗം വക്കീലിന് കൊട്ടാരത്തിൽ നിന്ന് ആരെങ്കിലും ഹാജരാക്കി പ്രതിയുടെ വിശ്വസ്തതയും കൂറും തെളിയിക്കാൻ സാധിക്കുമോ? ഇല്ലാത്ത പക്ഷം പ്രതിയുടെ ജാമ്യാപേക്ഷ മൈലോഡ് ആളെത്തി. ബഹുമാനപ്പെട്ട കോടതി കൊട്ടാരത്തിൽ നിന്നും എത്തിയ രാജകുടുംബാംഗം ഐശ്വര്യലക്ഷ്മിയെ വിസ്തരിക്കാൻ അനുമതി നൽകണം. യെസ്, പ്രൊസീഡ്. എന്താ നരി, ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി, നീ ഒന്നും പറഞ്ഞില്ല. ചേച്ചി ഒരു ചൊല്ല് കേട്ടിട്ടില്ലേ? ശക്തനായ ശത്രുവിനെ തിരിച്ചറിഞ്ഞ ഒരു പക്ഷേ അവനെ ജയിക്കാൻ പറ്റിയെന്ന് വരും. പക്ഷേ ശത്രുവായ ബന്ധുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയ പരാജയം ഉറപ്പെന്നാ ചൊല്ല്. ഇതിപ്പോ എന്നോട് പറഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് പറയാം. ഇന്ന് ശിവദാസന്റെ ജാമ്യഹർജി പരിഗണിക്കുക കോടതി. രാജകുടുംബാംഗത്തിലെ ഒരാൾ, അതാരും ആയിക്കോട്ടെ, ആ അംഗം ശിവദാസിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ചിലപ്പോ ജാമ്യം അനുവദിക്കുമെന്ന് ഉറപ്പാ. അതായത് ശിവദാസൻ തമ്പുരാനെയും തമ്പുരാട്ടിയും കൊല്ലില്ലെന്നും കൊട്ടാരത്തിലെ വിശ്വസ്തനായ ആശ്രിതനായിരുന്നു എന്നും രാജകുടുംബത്തിലെ ഒരാൾ മൊഴി കൊടുക്കണം. ശിവദാസൻ ഒരു നീർക്കോലിപ്പാമ്പാണെന്നും അത് കടിച്ച് ആരും വിഷം ഇറങ്ങി ചാവില്ലെന്നും ശിവദാസനെ വിചാരണ ചെയ്യുന്ന മജിസ്ട്രേറ്റിന് ഇതിനകം തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പൊ പിന്നെ ഇങ്ങനൊരു മൊഴി കൂടി കിട്ടുമ്പോ ശിവദാസന് പുഷ്പം പോലെ ജാമ്യം കൊടുക്കും. പക്ഷേ ഇവിടുത്തെ ട്വിസ്റ്റ് അതല്ല. ശത്രുവായ ശിവദാസന് വേണ്ടി മൊഴി കൊടുക്കാൻ പോയിരിക്കുന്നത് രമചേച്ചിയുടെ മരുമകളാ. ആളിപ്പോ വിസ്താരക്കൂട്ടി കയറി കാണും. ഇത് പറയാനാണോ നരി നീ ഇത്രയ്ക്ക് ബിൽഡപ്പ് ഒക്കെ ഇട്ടത്? എന്റെ മരുമകൾ വിസ്താരക്കൂട്ടിൽ കയറി എന്റെ ശത്രു ശിവദാസനെ പുറത്തിറക്കട്ടെ. എന്തു വേണമെന്ന് നമുക്ക് അതിന് ശേഷം തീരുമാനിക്കാം. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ.
എന്താണ് പേര്? ഐശ്വര്യലക്ഷ്മി. ഇലവദേശം കൊട്ടാരത്തിലെ രാജകുടുംബാംഗമാണ് അല്ലേ? അതെ. ഈ നിൽക്കുന്ന ശിവദാസനെ എത്ര നാളായിട്ട് അറിയാം? 26 വർഷങ്ങളായി അറിയാം. ബഹുമാനപ്പെട്ട കോടതി, ഈ നിൽക്കുന്ന ഐശ്വര്യലക്ഷ്മി എന്ന രാജകുടുംബാംഗത്തിന് എന്റെ കക്ഷി ശിവദാസനെ കഴിഞ്ഞ 24 വർഷമായി അടുത്തറിയാം. അതായത് ജനിച്ച നാളു മുതൽ കൊട്ടാരത്തിലെ വിശ്വസ്തനായ ശിവദാസനെ ഐശ്വര്യലക്ഷ്മിക്ക് നല്ല ബോധ്യമുള്ളതാണെന്ന്. ഇത്രയും സ്നേഹനിധിയും വിശ്വസ്തനുമായ ശിവദാസനെ തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും കൊലപാതകിയായി സംശയിച്ചത് തന്നെ പൊറുക്കാനാകാത്ത, ഒരിക്കലും നീതീകരിക്കാനാകാത്ത തെറ്റായി ഐശ്വര്യലക്ഷ്മി കാണുന്നു. ഇലവദേശം കൊട്ടാരവുമായി എന്റെ കക്ഷിയായ ഈ നിൽക്കുന്ന ശിവദാസനുള്ള ബന്ധം അത്രയും ദൃഢവും വിശ്വാസതയുള്ളതുമാണ്. ഐശ്വര്യലക്ഷ്മി, ശിവദാസൻ കൊട്ടാരവുമായി അത്രയ്ക്ക് അടുപ്പം പുലർത്തിയിരുന്നു അല്ലേ? അതെ. ശിവദാസന്റെ സ്വഭാവം എങ്ങനെയാ? ഇയാള് ചതിയനാ. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച തമ്പുരാനെയും തമ്പുരാട്ടിയും കൊന്നൊടുക്കിയ നീചനാ ഇയാള്. ഇത് കോടതിയാണ്. കോടതിയിൽ അസത്യം വിളിച്ചു പറയുന്നത് ശിക്ഷാർഹമാണ്. കോടതിയില് അസത്യം വിളിച്ച് പറഞ്ഞാലല്ലേ അത് കുറ്റമാവുന്നുള്ളൂ. സത്യം പറയാലോ. അതോ അതിനും വിലക്കുണ്ടോ? എന്തെങ്കിലും ചെറിയ പിണക്കത്തിന്റെ പേരിൽ ഒരു മനുഷ്യൻ ചെയ്യാത്ത കുറ്റങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ അതിൽ തകർന്നു പോകുന്നത് ഒരാളുടെ ജീവിതമാണെന്ന് ഓർക്കണം. ഈ നിൽക്കുന്ന ശിവദാസന് പലതവണ കൊട്ടാരത്തിൽ നിന്നും താക്കീത് കൊടുത്ത ആളാ. തമ്പുരാനെ ഇതിനു മുമ്പും ഇയാൾ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ കൊട്ടാരത്തിൽ നിന്നും പലതവണ പുറത്താക്കിയിട്ടുണ്ട്. രാജകുടുംബാംഗമായ ഐശ്വര്യലക്ഷ്മി, കൊട്ടാരത്തിൽ നടന്ന തീപിടുത്തത്തിനും മരണത്തിനും കാരണക്കാരൻ ശിവദാസനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ?